ബിജെപിക്കകത്ത് വലിയ ആഭ്യന്തര യുദ്ധം. ഒന്ന് സ്റ്റേഷൻ വരെ വരാൻ എസ് സാർ പറഞ്ഞു. ഇന്നലെ നീ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? ഞാൻ ഇന്നലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? സംസ്ഥാന നേതൃയോഗത്തിൽ കൊടുങ്കാറ്റും പേമാരിയും. സാർ കാര്യമായിട്ട് പറയണം, കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. ഇന്ന് വൈകുന്നേരം തീരുമാനമാവും. ആര് പറഞ്ഞു നിങ്ങളോട് ഇതൊക്കെ? എന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഇപ്പൊ ഒരു യോഗത്തിൽ MT രമേശ് വന്നില്ല. ഇതിനു മുമ്പ് എത്ര യോഗത്തിൽ സുരേന്ദ്രൻ വന്നില്ല? ഞാനെന്ത് പറയാനാ, ഇക്കാര്യത്തിൽ നീയല്ലേ ഒരു തീരുമാനം എടുക്കേണ്ടത്. എത്ര യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ വന്നില്ല? എത്ര യോഗത്തിൽ രമേശ് വന്നില്ല? നേരല്ലേ അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ഒരു സാമാന്യ മര്യാദയുടെ ലംഘനമാണ്. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്തനം പറയണ. MV ഗോവിന്ദനോട് നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ഇന്ന് വൈകുന്നേരം നിങ്ങൾ മാറുമെന്ന് ചോദിക്കുക. എന്റെ മുമ്പിൽ വന്ന് നിങ്ങൾ എത്ര തവണ ചോദിച്ചു? അതൊരു എത്തിക്സിന് ചേർന്നതാണോ? ഇത്രക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി? സുധാകരനോട് നിങ്ങൾ പോയിട്ട് ചോദിക്കുക, ഇതല്ല ഇന്ന് വൈകുന്നേരം ചേട്ടൻ മാറുമോ? ഈ പത്രക്കാരെ കൂടി ഞാൻ തോറ്റു. ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യോ? ശോഭാ സുരേന്ദ്രൻ ജയസാധ്യതയെ അട്ടിമറിച്ചു. ശോഭയ്ക്കെതിരെ K സുരേന്ദ്രൻ. ശോഭയും ഒപ്പമുള്ളവരും ചേർന്ന് വോട്ട് മറിച്ചു. നിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്താ വിശേഷം? ഒരു ഉത്തരവാദപ്പെട്ട മാധ്യമം കൊടുത്ത വാർത്തയാണ്. ഇതിന്റെ സോഴ്സ് എന്താണ്? അയ്യോ, ഇപ്പൊ പെറ്റി വീണ ഒന്നും അറിയാത്ത മാലാഹ കുഞ്ഞുങ്ങളാണല്ല. കാരണം ഇതിനെ മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ചികിത്സകളും ചെയ്തു കഴിഞ്ഞു. ഈ രോഗത്തിന് ചികിത്സയില്ല. സത്യസന്ധതയില്ലാത്ത ഇത്തരം വാർത്ത കൊടുത്തിട്ട് അതിനൊക്കെ ഞാൻ ക്ലാരിഫിക്കേഷൻ തരണം എന്ന് നിങ്ങൾ പറഞ്ഞു വന്നാൽ അതിന് സമയമില്ല, മനസ്സുമില്ല. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. അതെ, ഭയങ്കര അടിയാണ് ഞാനും B. മുരളീധരൻ. ഒരു സംശയമില്ല, ഞാനും B. മുരളീധരൻ തമ്മിൽ അടിച്ചു പിരിഞ്ഞു. ഒരുമാതിരി ദിനകൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളൊന്ന് മെല്ലെ പറയും. ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ വെറുതെ? B. മുരളീധരനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്റെ പൊന്നുനായിട്ടവരൊക്കെ PK കൃഷ്ണദാസും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയോ? 4 പെൺകുട്ടികളായിട്ട് നമ്മുടെ ഉള്ള മാനം കൂടെ കപ്പൽ കയറുന്നു. നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? നിങ്ങൾ ഒരു വാർത്ത, ഒരു കള്ള വാർത്ത കൊടുത്തുമ്പോഴേക്ക് ഞങ്ങൾ അടിച്ചു പിരിയാനാണെങ്കിൽ സാരമില്ല സാർ, ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റും. എന്നെ ആക്ഷേപിച്ചോളൂ. അതിന്റെ പേര് പറഞ്ഞ് ശോഭയെ അപമാനിക്കുന്നു, മുരളീധരനെ അപമാനിക്കുന്നു, MT രമേശനെ അപമാനിക്കുന്നു, കൃഷ്ണദാസിനെ അപമാനിക്കുന്നു. എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? നീ പിന്നെ ഊട്ടിക്കൊന്ന അമ്മാവന്റെ കൊലവിളി അടിയന്തരം നടത്താനല്ലേ? ഇന്നിനെ പ്രതീക്ഷിക്കണ്ട. ഞാൻ താഴെ പാറക്കുളത്തിലോ ചാനാക്കുഴിയിലോ കാണും.